ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് എപ്രകാരം ലഭിക്കും? ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം, ദൈവത്തിൻ്റെ സമാധാനം, മനുഷ്യൻ്റെ സമാധാനമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ സമാധാനം. എന്താ തമ്മിലുള്ള വ്യത്യാസം? മനുഷ്യൻ്റെ സമാധാനം ബുദ്ധിക്ക് മനസ്സിലാകാവുന്നതാണ്. അല്ലെങ്കിൽ മനുഷ്യൻ്റെ സമാധാനം എന്ന് പറയുന്നത് പ്രശ്നങ്ങളൊന്നുമില്ലാത്തപ്പോൾ ഉള്ള സമാധാനം. എന്നാൽ ദൈവത്തിൻ്റെ സമാധാനം പ്രശ്നങ്ങളുടെ മധ്യത്തിലും അനുഭവിക്കുന്ന സമാധാനം. പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രശ്നങ്ങളില്ലെങ്കിലും ഒരുവൻ അനുഭവിക്കുന്ന ആ സമാധാനം, അതാണ് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. ബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത സമാധാനം മാനുഷികമല്ല, പിന്നെയോ അത് ദൈവത്തിൻ്റെ സമാധാനമാണ്. അത് സൂപ്പർ നാച്ചുറൽ പീസാണ്. എന്നാൽ ഇവിടെ നമുക്ക് ആ ഒരു സമാധാനമാണ് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. മനുഷ്യൻ്റെ സമാധാനം അതെല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. എല്ലാം നന്നായിട്ടിരിക്കുമ്പോൾ അനുഭവിക്കുന്ന സമാധാനം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സമാധാനം എല്ലാവർക്കും ഇല്ല. പിന്നെയോ അത് യേശുക്രിസ്തു പിതാവായ ദൈവത്തിൽ നിന്ന് നമുക്ക് വേണ്ടി നൽകിയ ഒരു ദാനമാണ്. കർത്താവിൻ്റെ ക്രൂശ് മരണം മൂലം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ആ ഡെലിവറൻസിൻ്റെ ഭാഗമാണ് ദൈവത്തിൻ്റെ സമാധാനം. ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ലൈഫിൽ സാധ്യമായി തീരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ദൈവത്തോട് ഉള്ള സമാധാനമാണ്. സകല ബുദ്ധിയെയും കവിയുന്ന സാഹചര്യങ്ങൾക്ക് അതീതമായ സമാധാനം, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉള്ള ആ ദൈവികമായ സമാധാനം നമുക്ക് ലഭിക്കുവാനായിട്ട് നമ്മുടെ ലൈഫിൽ ആദ്യമേ സംഭവിക്കേണ്ടത് ദൈവവുമായിട്ട് ഒരു സമാധാനത്തിൽ നാം പ്രവേശിക്കണം. നമ്മുടെ അനുസരണക്കേട്, നമ്മുടെ പാപം ദൈവത്തോട് നമ്മെ ശത്രുതയിലാക്കി തീർത്തു. ദൈവവുമായിട്ടുള്ള സമാധാനം ഇല്ലാതെയാക്കി നമ്മുടെ പാപം. എന്നാൽ പാപത്തിൻ്റെ ക്ഷമ ആർക്ക് ലഭിക്കുന്നു? ആർക്കാണോ പാപക്ഷമ ലഭിക്കുന്നത്, അങ്ങനെയുള്ളവർക്കാണ് ദൈവവുമായിട്ട് സമാധാനത്തിൽ ആയിത്തീരുവാൻ സാധ്യമായി തീരത്തുള്ളൂ. സമാധാനം എന്ന വാക്കിൻ്റെ ഒറിജിനൽ മീനിങ് യൂണിറ്റി എന്നാണ്, ഐക്യത, വൺനെസ്. അപ്പോൾ ദൈവവുമായിട്ട് വൺനെസ്സിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാപത്തിന് ക്ഷമ ലഭിക്കണം. റോമർക്ക് ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ നമുക്ക് പാപക്ഷമ ലഭിക്കുകയുള്ളൂ. യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ ദൈവത്തോട് സമാധാനത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതെപ്രകാരമാ? വിശ്വാസത്താലാണ്. വിശ്വാസത്താലാണ് നീതീകരണം. വിശ്വാസത്താൽ നമ്മെ നീതിമാൻ എന്ന് ദൈവം എണ്ണുകയാണ്. അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നാം റിസീവ് ചെയ്യുമ്പോൾ അതിൽ കൂടിയാണ് നാം ദൈവവുമായിട്ടുള്ള സമാധാനത്തിൽ പ്രവേശിക്കുന്നത്. അതിന് കാരണമായി തീർന്നത്, യേശുക്രിസ്തുവിൽ കൂടി ദൈവവുമായി സമാധാനത്തിൽ പ്രവേശിക്കുവാൻ കാരണമായി തീർന്നത് യേശുവിൻ്റെ രക്തം മൂലമാണ്. കുറ്റമില്ലാത്ത ഒരു മനുഷ്യൻ്റെ രക്തം, നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമായിട്ട് കുറ്റം ചെയ്യാത്ത ഒരു മനുഷ്യൻ രക്തം ചിന്തണം. ആ രക്തമാണ് ദൈവത്തെ തൃപ്തിപ്പെടുത്തിയത്. നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമായിട്ട് നമ്മുടെ കർമ്മങ്ങളല്ല, നമ്മുടെ ചടങ്ങുകളല്ല, നമ്മുടെ പ്രാർത്ഥനകളല്ല, നമ്മുടെ ഭക്തിമാർഗമല്ല, നമ്മുടെ കർമ്മമാർഗമല്ല, നമ്മുടെ ജ്ഞാനമാർഗമല്ല, പിന്നെയോ കുറ്റമില്ലാത്ത ഒരു മനുഷ്യൻ്റെ രക്തം. ഇതാണ് ദൈവത്തിൻ്റെ നിബന്ധന, ദൈവത്തിൻ്റെ കൽപ്പന. ദൈവത്തിൻ്റെ ഒരു വാക്കുകൊണ്ട് നമ്മുടെ പാപത്തെ ക്ഷമിക്കുവാനോ മായ്ക്കുവാനോ സാധിച്ചില്ല. പിന്നെയോ യേശുക്രിസ്തു തൻ്റെ പുത്രൻ്റെ രക്തം ദൈവത്തിന് അത് ആവശ്യമായി വന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് യേശുക്രിസ്തു മൂലം ദൈവം നമ്മളോട് സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. യേശു മൂലം നമ്മെ ദൈവത്തോട് നിരപ്പിക്കുവാൻ പിതാവായ ദൈവത്തിന് പ്രസാദം ഉണ്ടായി. അതാണ് നമ്മുടെ സമാധാനത്തിൻ്റെ തുടക്കം. ഈ ഒരു സമാധാനമില്ലാത്തവർക്ക് ഈ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കാൻ സാധിക്കത്തില്ല. അൺലെസ് യു ഹാവ് പീസ് വിത്ത് ഗോഡ്
you will not have the peace of God. ദൈവത്തോട് സമാധാനത്തിൽ പ്രവേശിക്കാതെ ദൈവത്തിൻ്റെ സമാധാനത്തെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കില്ല. ദൈവത്തോട് സമാധാനത്തിൽ നാം പ്രവേശിച്ചാൽ ദൈവം നമുക്ക് ദാനമായി നൽകുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ സമാധാനം. യേശു ഇപ്രകാരം പറഞ്ഞു ക്രൂശിക്കപ്പെടുന്നതിന് മുൻപ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. മൈ പീസ് ഐ ഗിവ് ടു യു. അപ്പോൾ ഇത് ദൈവം നമുക്ക് ദാനമായി നൽകുന്നതാണ്. ദൈവത്തോട് നാം സമാധാനത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനത്തെ നമുക്ക് ദൈവം ദാനമായി നൽകുന്നു. എന്നാൽ ഇതിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ എപ്രകാരമാണ് ഈ സമാധാനത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് നാം വായിക്കുന്നു. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായത് ഒക്കെയും ഘനമായത് ഒക്കെയും നീതിയായത് ഒക്കെയും നിർമ്മലമായത് ഒക്കെയും രമ്യമായത് ഒക്കെയും സൽകീർത്തിയായത് ഒക്കെയും സൽഗുണമോ പുകഴ്ചയോ അത് ഒക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. നമ്മുടെ ചിന്തയാണ് നമ്മുടെ സമാധാനത്തെ നശിപ്പിക്കുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു കൽപ്പനയാണ് ഈ വാക്യത്തിൽ നാം വായിക്കുന്നത്. എന്തെങ്കിലും ചിന്തിക്കുവാൻ ദൈവം നമ്മളെ അനുവദിച്ചിട്ടില്ല. എന്നാൽ നമ്മളെ ചിന്തയിൽ അനുസരണക്കേട് കാണിച്ചാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. ചിന്തയിൽ നാം എപ്രകാരം അനുസരിക്കേണ്ടത്? ഫിലിപ്പിയ ലേഖനം 4:8 സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. അപ്പോൾ ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മുടെ വിഷയങ്ങൾ, നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അതൊന്നും ഈ കാറ്റഗറിയിൽ വരുന്നില്ല. നമ്മുടെ രോഗം അത് സത്യമായതോ ഘനമായതോ നീതിയായതോ നിർമ്മലമായതോ ഒന്നുമല്ല. അല്ലെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്ന ദുഷിച്ച കാര്യങ്ങൾ, വാക്ക്, അല്ലെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ, ഇതൊന്നും ഈ കാറ്റഗറിയിൽ വരികയില്ല. ഈ കാറ്റഗറിയിൽ വരുന്നത് സ്വർഗീയമായ കാര്യങ്ങളാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ചിന്തിക്കേണ്ടത് എന്താണ്? സ്വർഗീയമായ കാര്യങ്ങൾ, പിതാവായ ദൈവത്തെക്കുറിച്ച്, പുത്രനായ യേശുവിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ച്. ഈ ചിന്തകളാണ് ഈ സത്യമായതും ഘനമായതും നീതിയായതും നിർമ്മലമായതും രമ്യമായതും എന്നൊക്കെയുള്ള കാറ്റഗറിയിൽ വരുന്നത്. ആ കാറ്റഗറിയിൽ വരുന്നത് പിതാവായ ദൈവം, പുത്രനായ യേശു ക്രിസ്തു, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, പരിശുദ്ധാത്മാവായ ദൈവം, സ്വർഗീയമായ കാര്യങ്ങൾ. ഈ ദൈവികമായിട്ടുള്ള കാര്യങ്ങളെ നാം ചിന്തിക്കുവാനായിട്ട് നമ്മുടെ വിഷയങ്ങളെ നാം എന്ത് ചെയ്യണം? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നമ്മുടെ സകല ചിന്താകുലവും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇട്ടുകൊള്ളുവിൻ എന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി കരുതുന്നതാകിയാൽ. അപ്പോൾ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താ? നമ്മുടെ വിഷയങ്ങളെ നമ്മുടെ കയ്യിൽ നിന്ന് പിതാവായ ദൈവത്തിൻ്റെ കൈകളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ വിഷയങ്ങളിൽ നിന്നുള്ള ചിന്ത മാറ്റിയിട്ട് പിന്നെ ഈ സ്വർഗീയമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഉയരത്തിലുള്ള ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ കരങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലോട്ട് മാറ്റാത്തത് മൂലം ഈ വിഷയം നമ്മൾ ചിന്തയായിട്ട് മാറുകയും അത് നമ്മുടെ ജീവിതത്തിലുള്ള സമാധാനത്തെ നശിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തിക്കണം. ദൈവം ആരാണ്? ദൈവം നമുക്കാരാണ്? അതിനു മുൻപ് സംഭവിക്കേണ്ടത് നമ്മുടെ വിഷയങ്ങളെ നാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൈമാറണം. വിഷയങ്ങൾ നാം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. പിതാവ് നമ്മുടെ വിഷയങ്ങളെ ഏറ്റെടുക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഈ പിതാവ് ശക്തനാണ്, കഴിവുള്ളവനാണ്, മനസ്സലിവുണ്ട്. നമ്മെ സഹായിപ്പാനായിട്ട് പിതാവിന് മനസ്സുണ്ട്. നമ്മുടെ ഡെലിവറൻസിന് ആവശ്യമുള്ളതെല്ലാം ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടി ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സൗഖ്യം ലഭിക്കുവാൻ, നമ്മുടെ ലജ്ജ മാറ്റുവാൻ, നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കുവാൻ, നമ്മുടെ ശാപത്തെ മാറ്റുവാൻ, നമുക്ക് ഉയർച്ച നൽകുവാൻ, നമ്മുടെ കടം മാറ്റുവാൻ, നമ്മൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുവാൻ എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം തന്നെ യേശു ക്രിസ്തുവിൽ കൂടി പിതാവ് ചെയ്തു കഴിഞ്ഞു. നാം നമ്മുടെ വിഷയങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ ദൈവം അത് ഏറ്റെടുക്കും. പിന്നീട് നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? നാം ചിന്തിക്കേണ്ടത് ദൈവത്തെക്കുറിച്ച്. എന്താ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്? ദൈവം നമുക്ക് ആരാണ്? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് എന്താണ്? ദൈവം എനിക്ക് ആരാണ്? ദൈവം എൻ്റെ പിതാവാണ്. യേശു ക്രിസ്തുവിൽ കൂടി, യേശുവിലുള്ള വിശ്വാസത്തിൽ കൂടി
ദൈവം എൻ്റെ പിതാവായി തീർന്നിരിക്കുന്നു. പിന്നെ ഈ ദൈവം എൻ്റെ സൗഖ്യദായകനാണ്. രോഗം നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ രോഗത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, പിന്നെയോ ഈ രോഗത്തിൻ്റെ സൗഖ്യദായകനായ നമ്മുടെ പിതാവിനെ കുറിച്ച് നാം ഡിക്ലെയർ ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യണം. പിന്നെ ഈ ദൈവം നമ്മുടെ ദാതാവായ ദൈവമാണ്. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിലൊരു ആവശ്യമുണ്ടെങ്കിൽ, ഹീസ് അവർ പ്രൊവൈഡർ. യഹോവയുടെ നാമങ്ങൾ ദൈവം പറഞ്ഞ് യഹോവ ഇരേ, ഹീസ് മൈ പ്രൊവൈഡർ. പിന്നെ ഈ ദൈവം നമ്മുടെ നീതിയാണ്. നാം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് യോഗ്യമായി തീർന്നത് യേശു എൻ്റെ നീതി ആയത് മൂലമാണ്. മാത്രമല്ല ഈ ദൈവം എന്നെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ഈ എവിടെയെല്ലാമാണ് ശുദ്ധീകരണം? നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. 1 തെസ്സലോനിയൻസ് 5-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ദൈവം നമ്മളെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ഈ ദൈവം നമുക്ക് ശുദ്ധി നൽകുന്ന ദൈവമാണ്. ഈസ് അവർ സാങ്ക്ടിഫയർ. മാത്രമല്ല ഈ ദൈവം നമ്മുടെ സമാധാന പ്രഭുവാണ്. ഹീ ഈസ് അവർ പീസ്. ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. മാത്രമല്ല ഈ ദൈവത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ട അടുത്ത കാര്യം എന്താ? ഹീ ഈസ് ഓൾവേസ് വിത്ത് യു. ഹി വിൽ നെവർ ലീവ് യു. നാം ഈ ദൈവം നമ്മെ ഒരിക്കലും കൈവിടാത്ത ദൈവമാണ്. ഈ ദൈവം നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നില്ല. യേശു ഇപ്രകാരം പറഞ്ഞു, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. ആരുടെ കൂടെയാ? യേശുവിനെ തങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച വ്യക്തികളുടെ കൂടെ. ദൈവത്തിൻ്റെ വേറൊരു നാമം ഇപ്രകാരമാണ്, യഹോവ നിസ്സി. ഹീ ഈസ് മൈ ബാനർ ഓഫ് വിക്ടറി. ഈ ദൈവം എൻ്റെ ജയക്കൊടിയാണ്. ഉദാഹരണത്തിന് ഒരു പരീക്ഷ ഞാൻ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പഠിക്കുന്ന കുട്ടികൾ പരീക്ഷ ഫേസ് ചെയ്യുമ്പോൾ പരീക്ഷയെക്കുറിച്ചുള്ള ഒരറിവുണ്ട്, എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തെക്കുറിച്ച് നമുക്കൊരു അറിവ് വേണം. അറിവെന്താ? ഈ ദൈവം എൻ്റെ ജയക്കൊടിയാണ്. ഹീ ഈസ് മൈ വിക്ടറി, ഹീ ഈസ് മൈ ബാനർ ഓഫ് വിക്ടറി. അത് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. മാത്രമല്ല ഈ ദൈവം സൈന്യങ്ങളുടെ യഹോവയാണ്. ഈസ് എ ലോർഡ് ഓഫ് ഹോസ്റ്റ്. ഏത് വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും ആ വിഷയങ്ങളെക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം. വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവല്ല നമുക്ക് വേണ്ടത്, പിന്നെയോ നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. വിഷയം എത്ര വലുതാണെങ്കിലും അതിലും വലുതാണ് നമ്മുടെ ദൈവം. സൈന്യങ്ങളുടെ യഹോവയാണ്. ഒരു ശക്തിക്കും ഈ ദൈവത്തിനെതിരെ നിൽക്കാൻ സാധിക്കത്തില്ല. ദൈവത്തിന് ശത്രുക്കളായിട്ട് നിൽക്കാൻ ആരെക്കൊണ്ടും ഒക്കത്തില്ല. പിശാച് ദൈവത്തിൻ്റെ ഒരു ഒപ്പണൻ്റ് അല്ല, പിന്നെ ദൈവത്തിന് ഒപ്പണൻ്റ് ആരുമില്ല. പിശാച് ദൈവത്തിൻ്റെ ഒരു ദൂതൻ്റെ ഒപ്പണൻ്റ്, ഒരു ഈക്വല് മാത്രമേ ആകുന്നുള്ളൂ. ദൈവത്തിൻ്റെ ഒരു ദൂതൻ്റെ ഈക്വല് മാത്രമേ പിശാച് ആകുന്നുള്ളൂ. ദൈവത്തിന് ഈക്വൽ ആകുന്നില്ല. നമ്മളിൽ വസിക്കുന്നവൻ ഈ പിശാചിനേക്കാൾ വലിയവനല്ലോ എന്ന് 1 യോഹന്നാൻ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവരെക്കാൾ വലിയവനല്ലോ. നമ്മളിൽ വസിക്കുന്ന ആരാണ്? യേശു ക്രിസ്തു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ. ഈ പരിശുദ്ധാത്മാവ് പിശാചിനേക്കാൾ വലിയവൻ. നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ഇത് നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തെ കാത്തു സൂക്ഷിക്കും. യേശു കർത്താവ് നമുക്ക് നൽകിയ സമാധാനത്തെ കാത്തു സൂക്ഷിക്കുവാൻ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ദൈവം ആരാണ്, ദൈവത്തിൻ്റെ വലിപ്പം എന്താണ്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിൻ്റെ മനസ്സലിവിനെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിൻ്റെ ക്ഷമയെക്കുറിച്ചുള്ള അറിവ്, ദൈവം നമ്മെ ആരായിട്ട് മാറ്റി എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ചുള്ള അറിവ്. ഇതൊക്കെയാണ് ഈ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിലുള്ള കാറ്റഗറിയിൽ വരുന്നത്. സത്യമായത്, രമ്യമായത്, നീതിയായത്, ഘനമായത്, നിർമ്മലമായത്, സൽകീർത്തിയായത്, സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവെന്ന് പറയുമ്പോൾ ഇതായിരിക്കണം നമ്മുടെ ചിന്ത. നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ സമാധാനത്തെ നശിപ്പിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമ്മുടെ സമാധാനത്തെ വർദ്ധിപ്പിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ദൈവം നമുക്ക് വേണ്ടി ചെയ്യത്തില്ല. ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി ആ യേശുവിൽ വിശ്വസിച്ച നമ്മെ ദൈവത്തോട് സമാധാനത്തിൽ പ്രവേശിപ്പിച്ചു. അതുമൂലം ദൈവത്തിൻ്റെ സമാധാനത്തെ നമുക്ക് ദാനമായി നൽകി. എന്നാൽ ഈ ലഭിച്ച സമാധാനത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഉത്തരവാദിത്തം നാം നിറവേറ്റുന്നത് എപ്പോഴാണ്? നാം ഈ ദൈവത്തെ നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരിക, നമ്മുടെ വിഷയങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കുക. ദൈവം ആരാണ് എന്നുള്ള ആ ഒരറിവ് നമ്മുടെ ചിന്തയിലും നമ്മുടെ നാവിലും നമ്മുടെ ദിനം പ്രതി നാം അത് ഏറ്റെടുക്കുക. ദൈവത്തിൻ്റെ കൂടെ നാം സമയം ചെലവിടുക.
നമ്മുടെ വിഷയങ്ങൾ വീണ്ടും വീണ്ടും ദൈവത്തെ കരങ്ങളിലേക്ക് കൈമാറുക. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നാം ഏറ്റെടുക്കുക. ഇത് നമ്മുടെ ചിന്താ വിഷയമായിരിക്കട്ടെ. നമുക്ക് ചിന്തിക്കുവാൻ എന്താണ് എന്നുള്ളത് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് നാം അനുസരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂറും 365 ദിവസവും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും.